PPTക്കകത്ത് കുറെ എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മൾ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്താ സംഭവം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. ഞാൻ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ അതിന്റെ എല്ലാം ഒരു പ്രസന്റേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പറയാൻ വേണ്ടി. കാര്യം എനിക്ക് നിങ്ങളുടെ എനിക്ക് പേപ്പർ നോക്കിയപ്പോൾ അത്ര പ്രശ്നം വന്നില്ല. നിങ്ങൾ പോയിന്റ്സ് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അന്ന് കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ ഓരോ എക്സാമ്പിളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ അത് ഇത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കുറച്ചൊക്കെ നമുക്കൊന്ന് നോക്കി പറയാൻ എളുപ്പമായിരിക്കും. ഫസ്റ്റ് മോഡ്യൂളിലൊക്കെ കുറെ കേസ് സ്റ്റഡികൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഫസ്റ്റ് മോഡ്യൂളിലേക്ക് ജസ്റ്റ് പോകാം. ആരെങ്കിലും ഒരാൾ വോളണ്ടിയർ ചെയ്ത് വരാമോ പറയാൻ? അല്ലെങ്കിൽ ഞാൻ തന്നെ വെറുതെ ChatGPT നോക്കി പറഞ്ഞു തരേണ്ടി വരും. എന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. വെറുതെ ഒന്ന് ഞാൻ പറയുന്ന ഒരു ഇത് ഞാൻ പറയേണ്ടതിനെ പറ്റി വാട്സാപ്പിൽ വെറുതെ ഇട്ട് തരാം. ജസ്റ്റ് ഒന്ന് നോക്കി പറയുക. എല്ലാവർക്കും ഉപകാരപ്പെടും. മാം ടോപ്പിക് എന്താന്ന് അറിയാതെ എങ്ങനെ? ഞാൻ അതാ ഒരാള് വരുവാണെങ്കിൽ സുജിനല്ലേ ഇത് സംസാരിക്കുന്നത്? ഞാൻ അല്ലേ? സുജിനല്ലേ? അതെ മാം. ഞാനൊരു ഇപ്പൊ നമ്മൾ അന്ന് ആ കേസ് സ്റ്റഡി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ മറ്റേ ആ അൻവർ PK ബഷീർ ഒരു ലാൻഡ്മാർക്ക് ഇന്ത്യൻ കേസ് ഇലക്ട്രോണിക് എവിഡൻസിനെ പറ്റിയിട്ട് ഒരു കേസ് സ്റ്റഡി ഇവരിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒന്ന് അതിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ അത് അവിടെ പോയി അതെന്താ സംഭവിച്ചെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞു. അത് പറഞ്ഞായിരുന്നല്ലോ. അതായത് ഈ ബഷീർ എന്ന് പറയുന്ന ആള് സർക്കുലേറ്റ് ചെയ്ത റെക്കോർഡിനെ അല്ലെങ്കിൽ ഒരു ഓഡിയോ CD-നെ എതിരെ PV അൻവർ എന്ന് പറഞ്ഞ ഒരാള് കേസ് കൊടുത്തു. അത് ശരിക്കും ഇലക്ട്രോണിക് നമ്മളെ സംബന്ധിച്ച് ആ ഇലക്ട്രോണിക് എവിഡൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ അവിടെ കേസ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ആള് ബഷീർ എന്ന് പറയുന്ന ആള് അയാൾക്ക് ജയിക്കാൻ വേണ്ടി അയാൾ ചെയ്ത CD-കളെല്ലാം എന്താണ് ലോസ് വയലേറ്റ് ചെയ്തു, ഇലക്ഷൻ ലോസിനെ വയലേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അത് ഇലക്ട്രോണിക് എവിഡൻസ് ബഷീർ എന്ന് പറഞ്ഞ ഒരാള് കോടതിയിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവരത് അംഗീകരിച്ചു. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അംഗീകരിച്ചു. അത് പ്രശ്നമില്ല എന്നും പറഞ്ഞ് അയാളെ വെറുതെ വിട്ടു. പക്ഷെ ഈ PV അൻവർ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അയാൾ പറഞ്ഞത് ഈ ഇലക്ട്രോണിക് എവിഡൻസ് റിസീവ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റും കൂടെ വാങ്ങിക്കണമായിരുന്നു. അതായത് ഈ എവിഡൻസിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ട്. അത് വാങ്ങിച്ചില്ല. അത് കാരണം ആ പറഞ്ഞതിൽ കഴമ്പില്ല എന്ന് കാണിച്ചു. അപ്പൊ അവിടെ ഇലക്ട്രോണിക് എവിഡൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പറയുമ്പോൾ അതും കൂടെ പറയാം. ഈ 2014 നടന്ന PV അൻവർ PK ബഷീർ കേസ് എഗെയിൻസ്റ്റ് ഇലക്ട്രോണിക് എവിഡൻസ് 2008 കേരള അസംബ്ലി ഇലക്ഷന് നടന്ന ഒരു സംഭവത്തിന്റെ ഡിസ്പ്യൂട്ടിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ അപ്പൊ ആ കേസ് സ്റ്റഡി നിങ്ങൾ വായിച്ചു എന്ന് പറയുന്ന ഒരു ഇത് നമുക്ക് വരും. ഓക്കെ, അതുപോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് എവിടെ എഴുതുമ്പോഴും അതൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. അങ്ങനെ ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ മോഡ്യൂൾ 3 ഞാനൊന്ന് ജസ്റ്റ് നോക്കട്ടെ കേട്ടോ. മോഡ്യൂൾ 3 ഒരെണ്ണം ഇട്ട് തരാം. അതിനെപ്പറ്റി ഒന്ന് 2 മിനിറ്റ് ഒന്ന് പറയാം. എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിൽ ഒന്ന് പറയാം. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കാം. ഇപ്പൊ കാണാവോ സുജിൻ? അതിനകത്ത് ഒരു ഈ കേസ് ജസ്റ്റിസ് KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് പറയാം. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് മോഡ്യൂൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാരും നോക്കുക കേട്ടോ, എല്ലാരും നോക്കുക. ഇപ്പം ഒരാൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞെന്നുള്ളൂ.
എന്താണ് ആ കേസിന്റെ സംഭവം? നമ്മൾ മൊഡ്യൂൾ 3-ലാണ് പറഞ്ഞത്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ പ്രൈവസിനെ പറ്റിയാണ് നമ്മൾ ആ മൊഡ്യൂളിൽ ഫുള്ള് പറയുന്നത്. അപ്പൊ ഡേറ്റ പ്രൈവസി, അതായത് നമ്മുടെ പ്രൈവസി എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് യൂസേജ് കൂടുതലാണ്, നമ്മുടെ സൈബറിന്റെ യൂസേജ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ സൈബർ ക്രൈം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ട് നമുക്ക് ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അവിടെ വന്ന ഒരു പോയിന്റ് ആണിത്. അത് എവിടെയാണ് പറയുന്നത്? ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ എല്ലാം അത് പറയുന്നുണ്ട്. ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് പ്രൈവസി ഇൻ ഇന്ത്യ. അതിൽ ഒരെണ്ണം MP ശർമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അത് ഒരാൾക്ക് നോക്കാട്ടോ. രണ്ടാമത്തെന്ന് പറയുന്നത് കരക് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. അതൊക്കെ എന്തോ ഒരു കേസ് റിലേറ്റ് ചെയ്ത് അത് പറയുന്ന, അതെന്താന്നൊന്ന് നോക്കി പറയണം. ഗോവിന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് ഇൻ 1975. അതൊന്ന് എടുത്തത്. ആരാ വിളിക്കുന്നത് എനിക്കറിയില്ല മോളെ, ഒന്ന് ചോദിച്ചു. ആരാന്ന് ചോദിച്ചേ. ഹലോ, മിസ് തിരക്കിലാണോ? ആരായിരുന്നു പറഞ്ഞോ. ഞാൻ ആദർശിന്റെ ഉമ്മ. ഞാൻ ഒരു ക്ലാസ്സിലായിരുന്നേ, ഓൺലൈൻ. ഞാനൊരു 8 മണിയാകുമ്പോ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? എന്തെങ്കിലും അത്യാവശ്യമായിരുന്നോ? ഓക്കെ. എനിക്ക് നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായില്ല, അൺനോൺ നമ്പർ ആയിരിക്കും. കുഴപ്പമില്ല, ഞാനേ ഒരു 8 മണിയാകുമ്പോ വിളിക്കാം കേട്ടോ, ക്ലാസ് കഴിയുമ്പോ. ശരി. അപ്പൊ ഒന്ന് സേവ് ചെയ്തിട്ടേക്ക്. ആദിൽഷ് 29. പിന്നെ അത് കഴിഞ്ഞ് ഇമ്പാക്ട് ഓഫ് പുട്ടസ്വാമി. നമ്മൾ കുറേ സ്ഥലത്ത് ഈ പുട്ടസ്വാമി എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു തന്നാൽ മതി. ആദ്യം ഇത് പറയാം. ജസ്റ്റിസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017. എന്താണത്? അതൊന്ന് ഇതിന്റെ ഡേറ്റ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലേ, ഈ PDF? ആക്ച്വലി അതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ആധാർ യൂസ് ചെയ്തതിന്റെ കേസാണ് അത്. അതായത് പ്രൈവസി ബ്രീച്ച് ചെയ്തു എന്നുള്ള ലെവലില് പുട്ടസ്വാമി ഒരു കേസ് കൊടുത്താണ്, ആധാറിന്റെ കേസ് വെച്ച്. അങ്ങനെയാണ് കാണുന്നത് ChatGPT കൊടുത്തു കഴിഞ്ഞപ്പോ. അപ്പൊ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കേസ് എന്ന് പറയുന്ന ആധാർ കോൺട്രവേഴ്സി ആണ് അത്. അതായത് പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്ന് പറഞ്ഞതിനെതിരെ റിട്ടയർഡ് ജസ്റ്റിസ് കേസ് പുട്ടസ്വാമി ഒരു എന്താണ് അതിനെ ചലഞ്ച് ചെയ്തിട്ട് ആധാർ നമ്മുടെ സിറ്റിസന്റെ പ്രൈവസി ബ്രീച്ച് ചെയ്യേണ്ട, വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കേസാണിത്. റൈറ്റ് ടു പ്രൈവസി എ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റൂളിനെതിരാണെന്നാണ് പറയണത്. അല്ല, റൈറ്റ് ടു പ്രൈവസി ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയുന്നതിനെതിരെ എന്ന് പറഞ്ഞാൽ റൂൾ അത് പ്രൈവസി അല്ല. അതായത് ആധാറിന്റെ കളക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ പ്രൈവസി അവിടെ ബ്രീച്ച് ചെയ്തു എന്നുള്ള ലെവലിലാണ് പറയണത്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടില്ല, അതാണ് എനിക്ക് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത്. 2017 ആണോ? ആ വർഷം പറയുന്നുണ്ട്. ഈ പുട്ടസ്വാമി 2-3 സ്ഥലത്ത് പറയുന്നുണ്ടെന്നേ. 2017 ആണ്. അത് യൂണിയൻ ഓഫ് ഇന്ത്യ, അതായത് യൂണിയൻ ഓഫ് ഇന്ത്യ 2017 എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വെച്ച് പറയണതാണ്. അതായത് വാലിഡിറ്റി ഓഫ് ആധാർ ആൻഡ് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാണ്. അതായത് പ്രൈവസി ഇൻട്രൻസിക് റൈറ്റ് ടു ലിബർട്ടി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഡാറ്റ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ. അതായത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതെന്നാണ് പറയണത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഡിജിറ്റൽ അതിന്റെ ഭാഗമായിട്ട് എന്ത് വന്നു? ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്.
നമ്മൾ അന്ന് പഠിച്ചായിരുന്നു ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ ഡേറ്റ ആക്ട് നമ്മൾ പഠിച്ചു ഓർക്കുന്നില്ലേ? ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ ഡേറ്റ ആക്ട് നമ്മൾ പറഞ്ഞു പല സ്ഥലത്തും പറഞ്ഞു പോയായിരുന്നു. അപ്പൊ ഈ 2017 ആധാർ ഡേറ്റ കളക്ട് ചെയ്തു എന്നാണോ പറയുന്നത് ആൾക്കാരുടെ? അപ്പൊ ഇയാള് പറഞ്ഞോ അത് അങ്ങനെ കളക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ, അതോ കളക്ട് ചെയ്യുന്നത് നല്ലയാന്ന് പറഞ്ഞോ? അല്ലല്ല, കളക്ട് ചെയ്തതിന്റെ അത് അതായത് അത് കളക്ട് ചെയ്യുന്നതിനല്ല തെറ്റ്, അത് എന്തുവാണ് നമ്മുടെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അതായിരിക്കും തെറ്റ്. ഞാൻ നോക്കട്ടെ ഡീറ്റെയിൽഡ് ആയിട്ട്. വേറെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എടുത്ത് പറയാം. അതെ അത് തന്നെ ഞാനും പറഞ്ഞു. ഒരാള് തന്നെ പറയണം. അതായത് പുള്ളി കേസ് കൊടുത്തത് ആധാർ വിവരങ്ങൾ ശേഖരിക്കുന്നത് വ്യക്തികളുടെ പേഴ്സണൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞ് പുള്ളി കേസ് കൊടുത്തു. അത് സ്വകാര്യത ഒരു മൗലിക അവകാശമാണ് അല്ലേ? ആധാർ ഡേറ്റ കളക്ട് ചെയ്യുന്നത് വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് ഉള്ള കടന്നുകയറ്റമാണ്. അതായത് ഒരു വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും എടുക്കുന്നുണ്ട്, കണ്ണ്, കൈ, അതെല്ലാം എടുക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അപ്പൊ സ്വകാര്യത ഒരു മൗലിക അവകാശമാണ്. അപ്പൊ അതൊരു മൗലിക അവകാശ ലംഘനമാണ് എന്നാണ് പുള്ളി വാദിച്ചിരുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണോ ഈ ആക്ട് വന്നത്? അതിന്റെ ഭാഗമായിട്ടാണ് ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത്. അതാണ് ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ. അപ്പം ജഡ്ജ്മെന്റ് ലാൻഡ്മാർക്ക് കേസ് യുനാനിമസ് ഡിസിഷൻ ആയിരുന്നു അത്. അതാണ് അങ്ങനെ ഇത് വന്നത്. അതായത് 9 ജഡ്ജസ് ആണ് അത് അതിനെ കൈകാര്യം ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡിക്ലെയർഡ് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, ഓവർറൂൾഡ് ഏർലിയർ ജഡ്ജ്മെന്റ്സ് ഡിനൈയിങ് ദ പ്രൈവസി. അപ്പൊ അവിടെ അതാണ് ഇൻഫർമേഷണൽ പ്രൈവസി, ബോഡി പ്രൈവസി, ബോഡിലി പ്രൈവസി, പിന്നെ decisional autonomy, and so it laid the foundation for the data protection law. അതിന്റെ ഇമ്പാക്റ്റ് ആയിട്ട് എന്ത് പറ്റി? അതാണ് പുട്ടസ്വാമി ജഡ്ജ്മെന്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ഫോർ ഡേറ്റ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് വന്നു അതിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ 2017 നമ്മൾ ആധാർ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഉള്ള വയലേഷൻ നടന്നതിന്റെ ഭാഗമായി അയാൾ കേസ് കൊടുത്തു. അതൊരു അങ്ങനെ പാടില്ല എന്നുള്ള ഇൻഫർമേഷൻ വന്നു. strengthened the protection against mass surveillance, reinforced the democratic values. And before and after 2017 വന്നത്. Before Puttaswamy, status of privacy was unclear. പിന്നെ അതിന് ശേഷം അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറി. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് ഇറ്റ് വാസ് വീക്ക്, then it became strong, then data protection laws were limited that time, and after that it was strengthened, then state accountability was very low, then it became very high. അങ്ങനെ പിന്നെ സൈബർ സ്പേസ് ഡേറ്റ പ്രൊട്ടക്ഷന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ലൈക്ക് പ്രൈവസി ലോ അപ്പോഴാണ് വന്നത്. മീനിങ് ഓഫ് പ്രൈവസി ലോ, ഡേറ്റ പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ നടക്കാൻ പാടില്ല, ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ഡേറ്റ കളക്ഷൻ, അതിന്റെ പ്രോസസ്സിങ്ങും സ്റ്റോറേജും, നമ്മുടെ ബോഡി മറ്റേ കൈ, കണ്ണ്, ഈ പറഞ്ഞ പോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മളെ സ്വകാര്യതയും കാര്യങ്ങളും ഒക്കെ കണക്കാക്കുന്നു എന്നുള്ളത്. ഷെയറിങ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഡേറ്റ, ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ പ്രൈവസി റൈറ്റ്. അതിൽ നിന്നാണ് പ്രൈവസി ലോയുടെ ആവശ്യകതയെ പറ്റി നമ്മൾ എന്താണ് അത് നെസസറി ആയത് എന്ന് പറയുന്നത്. ബിക്കോസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കളക്റ്റഡ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ, individuals have limited control over how their data is used, data breach and cyber crime are increasing, and privacy became fundamental right in India. Cross border data flow leads regulation. ഇനി എനിക്ക് അറിയേണ്ടത്, ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്, നല്ലതായിരുന്നു കേട്ടോ. അടുത്തത് രാജഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു ഒരെണ്ണമുണ്ട്, അതൊന്ന് നോക്കി പറയാവോ? അൺഓതറൈസ്ഡ് പബ്ലിക്കേഷൻ ഓഫ് എ പേഴ്സൺസ് ലൈഫ് സ്റ്റോറി, അതെന്താന്നുള്ളത്.
അവിടെ ഒരു ഓട്ടോ ശങ്കർ കേസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓട്ടോ ശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ജയിലിൽ വെച്ച് തന്റെ ആത്മകഥ എഴുതി. ആരാ? ഓട്ടോ ശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കൊലക്കേസിലെ പ്രതിയായിരുന്നു. പുള്ളി ജയിലിൽ വെച്ച് തന്റെ ആത്മകഥ എഴുതി. അതിൽ പല ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും എല്ലാരും ഉൾപ്പെട്ടിരുന്നു. അത് ഒരു പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് തമിഴ്നാട് സർക്കാർ അത് തടഞ്ഞു. അതിനെതിരെയാണ് ഈ കേസ് വന്നത്. അതിൽ പരാമർശിക്കുന്ന രണ്ട് കാര്യം, ഒന്ന് സ്വാതന്ത്ര്യവും മറ്റേത് വ്യക്തികളുടെ സ്വകാര്യ ജീവിതം സംരക്ഷിക്കാനുള്ള അവകാശം, രണ്ടും വന്നിട്ടുണ്ട്. അതായത് പുള്ളിയുടെ ഓട്ടോബയോഗ്രഫി പബ്ലിഷ് ചെയ്യുക എന്നത് പത്രസ്വാതന്ത്ര്യവും, എന്നാൽ മറ്റു ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് രണ്ടാമത്തെ കേസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രൈവസി ഇൻക്ലൂഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് പബ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ ലൈഫ്. അതായത് 3 കാര്യങ്ങളാണ് വന്നത്. മുൻകൂറായിട്ട് വിലക്ക് പാടില്ല. ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞതിൽ അതിൽ ആരെങ്കിലും പരാമർശിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിനെ വിലക്കാൻ പറ്റത്തുള്ളൂ. പ്രസിദ്ധീകരിക്കുന്നതിനെ വിലക്കാൻ പാടില്ല. അപ്പൊ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ അയാൾ അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? എങ്കിൽ മാത്രം നമുക്കത് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഇൻക്ലൂഡ്സ് പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ലൈഫ് അല്ലേ? അതിനെതിരെ കേസ് കൊടുക്കാനും അപകീർത്തിപ്പെടുത്തുന്നതിനെ കൊടുക്കാനും പറ്റും. അല്ലാതെ മുൻകൂർ കൊടുക്കുന്നതിന് മുമ്പേ അതിനകത്ത് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തടയാൻ പറ്റത്തില്ല. അപ്പൊ അതായത് അത് പബ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളത് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്ന ഒരാളുടെ അവകാശമാണ്, അയാളുടെ പ്രസിദ്ധീകരണം അല്ലേ? അത് തന്നെ. മറ്റേ പൃഥ്വിരാജിന്റെ കടുവ സിനിമയ്ക്കകത്ത് വന്ന പോലെ, കടുവ സിനിമയുടെ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ കഥയാണെന്നും പറഞ്ഞ് കുറച്ച് കേസ് പോയിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യം വരുന്നതിന് മുമ്പേ പോയിട്ടുണ്ടായിരുന്നു. ആ കേസിന് നിലനിൽപ്പില്ല അങ്ങനെ പോകുന്നതിന്. പക്ഷെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അതിനകത്ത് ഉണ്ടെന്ന് പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കേസായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. അതൊന്ന്. അതാണ് അവിടെ 2 കാര്യമാ അല്ലേ? പിന്നെ പക്ഷെ രണ്ടാമത്തെ ജഡ്ജ്മെന്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ടല്ലോ, മീഡിയ കനോട്ട് പബ്ലിഷ് ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ആർക്കും അവകാശമില്ല. അതായത് ഒരാളെ പറ്റി നമ്മൾ ഓട്ടോ എഴുതുമ്പോഴത്തേക്ക് അയാളുടെ സമ്മതം ഇല്ലാതെ പബ്ലിഷ് ചെയ്യാനോ സിനിമയാക്കാനോ അതേപോലുള്ള കാര്യങ്ങളൊന്നും പാടില്ല. ഓക്കെ. അപ്പം അവിടെയാണ് പ്രൈവസി എക്സ്റ്റെൻഡഡ് ടു ഇൻഫർമേഷണൽ പ്രൈവസി, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മീഡിയ ഇൻട്രൂഷൻ. അത് രണ്ടുമാണ് അവിടെ പറയുന്ന സിഗ്നിഫിക്കൻസ്. അപ്പൊ ജഡ്ജ്മെന്റ് റൈറ്റ് ടു പ്രൈവസി ഇൻക്ലൂഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് പബ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ ലൈഫ്. മീഡിയ കനോട്ട് പബ്ലിഷ് പ്രൈവറ്റ് ഡീറ്റെയിൽസ് വിത്തൗട്ട് കൺസെന്റ്. അതാണ് ആർ രാജഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു 1994. അപ്പൊ ഈ ആർ രാജഗോപാൽ എന്ന് പറയുന്ന അയാളാണോ ജഡ്ജ്? എഡിറ്ററാണ്. പുള്ളിയാണ് അത് പ്രസിദ്ധീകരിക്കാൻ പോയത്. ഓട്ടോ ശങ്കറിന്റെ ബയോഗ്രഫി. രാജഗോപാൽ ഏലിയാസ് ആർ ഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു 1994. അത് നമ്മൾ പഠിക്കേണ്ടത് അത് എപ്പോഴായിരുന്നു? 1994. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിനകത്ത് അത് വരുന്നത് എവിടെയാണെന്നറിയാമോ? ഇതുപോലെ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് പ്രൈവസി ഇൻ ഇന്ത്യ. Indian judiciary played a crucial role in developing the right to privacy. This involved the cases. ഇതൊക്കെയാണ് ആ കേസസ് പറയുന്നത്. റൈറ്റ് ടു പ്രൈവസി. ഓക്കെ അത് മനസ്സിലായി. ഇനി
അടുത്തത് ഗോവിന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്, മൂന്നാമത്തത്. അത് നോക്കി പറയാവോ അതെന്താന്നുള്ള? ഗോവിന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് 1975. Domiciliary visit. While uploading the regulation, court caution that these old police urging perilously non-conforming suggested. Govind versus State of Madhya Pradesh. Police surveillance, late night visit in the suspect home. അതാണ് തോന്നുന്നു അല്ലേ? എന്താ നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായത്? ഗോവിന്ദന്റെ ഒരു കുറ്റവാളിക്ക് എതിരെ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയായിരുന്നു. അപ്പൊ പുള്ളിയുടെ വീട്ടില് പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തി. അപ്പൊ പുള്ളിയുടെ വീട്ടില് രാത്രി കാലങ്ങളിലും എല്ലാം വന്ന് പോലീസ് എല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അയൽവാസികളോട് പെരുമാറ്റത്തെ കുറിച്ച് അന്വേഷിക്കലും പ്രൈവസി നോക്കാതെ, സ്വകാര്യത നോക്കാതെ കയറി അന്വേഷണമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അയാളൊരു കള്ളനല്ലേ? ഒരു കുറ്റവാളിയാണ് ഗോവിന്ദ്. അപ്പൊ അതിനെതിരെ പുള്ളി കൊടുത്ത കേസാണിത്. അപ്പം അതിനെതിരെ വന്ന ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വകാര്യത ഒരു പരിമിതമായ ഒരു അവകാശം ആണെന്നാണ് അതിനകത്ത് വന്നത്. അതായത് സ്വകാര്യത നിലനിർത്തുന്നുണ്ടെങ്കിൽ പോലും രാജ്യത്തിന് സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ട് വരുന്ന സാഹചര്യങ്ങളില് സ്വകാര്യത നമ്മൾ പറയുന്നുണ്ടല്ലോ, പ്രൈവസി അൺലെസ് എന്താ ഇൻഫ്രിഞ്ച്ഡ് ബൈ ദ ലോ, അതിനകത്ത് വരുന്ന പരിമിതികളിൽ വരുന്ന ലോ പറയുന്ന പരിമിതിയിൽ വരുന്ന ഈ പറഞ്ഞ കാര്യം തന്നെ, നമുക്ക് ഭീഷണിയാവുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആ പ്രൈവസിക്ക് നമ്മളൊരു തടയിടുന്നു എന്നാണ്. അത് എന്തിനാ ഇപ്പൊ അയാളുടെ വീട്ടിൽ എപ്പോഴും പോകുന്ന അയാൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? അപ്പൊ അത് അയാളുടെ പ്രൈവസിയെക്കാട്ടിയും കൂടുതലും കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ സുരക്ഷയെ കരുതിയാണ് ഇയാളെ ഇങ്ങനെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് പുള്ളിയെ നോക്കുന്നത്. അയാൾക്ക് അങ്ങനെ ഒരു കേസ് അയാൾ കൊടുത്താലും കോമൺ ആയിട്ട് കൂടുതൽ നോക്കുമ്പം ക്രമസമാധാന നില തെറ്റും എന്നുള്ളത് കൊണ്ട് അത് തള്ളിപ്പോയോ? അതോ തള്ളിപ്പോയെന്ന് തോന്നുന്നു. അങ്ങനെയാണ് വരുന്നത്. പോലീസിന് അനുകൂലമായിട്ടാണ് കണ്ടു വിധി വന്നത്. വിധി വന്നത്. അതെ. ഓക്കെ. അതാണ് അവിടെ പറയുന്ന കേസ്. ഓക്കെ, ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നിർത്താട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റണം. റൈറ്റ് ടു പ്രൈവസീനെ പറ്റി കേട്ടോ. അവിടെ ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി വെക്കാം. ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്, വൈ വി ആർ റെസ്ട്രിക്റ്റഡ്, റീസണബിൾ ഓഫ് റെസ്ട്രിക്ഷൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാമ്പിളിനകത്ത് പറയാം. ഒരെണ്ണം കൂടെ, പെനുംബ്രൽ റൈറ്റ്, പ്രൈവസി ആസ് എ പെനുംബ്രൽ റൈറ്റ്. എന്താണ് പെനുംബ്രൽ റൈറ്റ്? അണ്ടർ ആർട്ടിക്കിൾ 21 court recognized privacy as a penumbral right. എന്താണ് penumbral right? Penumbral rights are implied non-explicit right inferred from the shadows of explicitly stated. Intrusion, അതാണ് പെനുംബ്രൽ. അതായത് നമുക്ക് penumbras formed by emanations that help give those guarantees life and subsistence. ഈ പറഞ്ഞ പോലെ ക്രമസമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി
അയാളുടെ പ്രൈവസിയിലേക്ക് നമ്മൾ കടന്നു കയറുന്നു. എന്നാൽ ഒരാളുടെ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് താനും. പക്ഷെ അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്ന എന്തിനാ? ക്രമസമാധാനത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അത് പക്ഷെ അതിന്റെ അത് തകരാതിരിക്കാൻ വേണ്ടി ഒരാളുടെ പ്രൈവസി അയാൾ കാരണം മറ്റുള്ളവരുടെ ഇത് നഷ്ടപ്പെടുവാണെങ്കിൽ അയാളുടെ പ്രൈവസിയിലേക്ക് കയറാനുള്ള ഒരു പെർമിഷൻ. അതാണ് പെനുംബ്ര. പെനുംബ്ര മീനിങ് എന്താണ്? പെനുംബ്ര മീൻസ്